ഹായ് ഫ്രണ്ട്സ്. ജൂൺ 25-ാം തീയതി ഞങ്ങളുടെ അമ്മയുടെ പിറന്നാളായിരുന്നു കേട്ടോ. അതിന് ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. അത് ചീറ്റി പാളിപ്പോയിട്ടുള്ളൊരു കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അമ്മയുടെ പിറന്നാളിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ കേക്ക് മേടിക്കാനുള്ള കാര്യങ്ങളും ഡ്രസ്സ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാനും ചേച്ചിയും കൂടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടെ നമ്മുടെ കുന്നംകുളം കല്യാണിൽ പോയിട്ട് അമ്മയ്ക്കൊരു ചുരിദാർ മെറ്റീരിയൽ എടുത്തു. ഡ്രസ്സ് അടിക്കാൻ കൊടുക്കണ്ടേ? ചേച്ചി അമ്മ അറിയാതെ നമ്മുടെ ഡ്രസ്സിൻ്റെ അളവെടുത്തിട്ട് അതവിടെ തയ്ക്കാൻ കൊടുത്തു. അപ്പോൾ നാളെ നമ്മുടെ അമ്മയുടെ പിറന്നാളാണ്. കേക്ക് ഉണ്ടാവുമല്ലോ. കേക്ക് ഉണ്ടാവും. പിറന്നാളാണ്. പിറന്നാൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോകാൻ നിങ്ങൾ പിറന്നാളിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ഈ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത്. അമ്മയുടെ ഡ്രസ്സ് അടിച്ചത് മേടിക്കാനും പിന്നെ പിറ്റേ ദിവസം സദ്യ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ചെറിയൊരു സെലിബ്രേഷൻ നടത്താനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോന്നു. എന്തൊക്കെ എവിടെയൊക്കെ വെച്ചെന്നൊരു ഓർമ്മയും കിട്ടുന്നില്ല. കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. നാളെ കേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ ചുറ്റോരം ഇങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കുന്നതും അത് സ്റ്റാറ്റസ് ഇടാനും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓട്ടോ ഇറങ്ങി കുറേ നേരമായെങ്കിലും ഞങ്ങൾ ഈ പുറത്ത് കിടന്നിട്ട് ഈ കലാപരിപാടികളൊക്കെ നടത്തുന്നത് അകത്ത് നിന്നൊരാൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു പിന്നീടാണ് മനസ്സിലായത്. എന്താ ചെയ്യുക, സർപ്രൈസ് പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മ ഇതെല്ലാം ഉള്ളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അയ്യോ ഇല്ലായോ വരും 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 കേട്ടോ. നാളെ പറഞ്ഞിട്ടുണ്ടല്ലോ. നാളെ തന്നെ പറ്റല്ലേ. നാളെ നമ്മൾ കുറിച്ചിട്ട് അപ്പൊ അല്ല കണ്ടോ നാളെ എങ്ങനെ കൊള്ളു നാളെ നമ്മൾ ജയിലേക്ക് നാളെ പിടിക്കേ കുറെ സംശയം ഇവരെന്തോ ഒപ്പിക്കണത് ഇതിനൊക്കെ മേടല്ലമ്മ അടുപ്പിച്ചതാ എന്ന് ഏതാള് കൊണ്ടായിട്ട് അടുപ്പിച്ച് ഏതാള് കൊണ്ടായിട്ട് അടുപ്പിച്ചോ മഞ്ഞ നിങ്ങൾ അതിന്റെ തന്നെ കളർ ചേഞ്ച് ഇട്ടു അല്ലേ? അത് ഇതല്ല, ഒരു റോസ് ആയിരുന്നു, പക്ഷെ ഇതാണ്. അതല്ല നിങ്ങൾ അതിന് ഡോക്ടറെ കാണാൻ പോവാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞ ഇതിന് വേണ്ടിട്ടാണ് അല്ലേ? അതല്ലേ നിങ്ങൾ എങ്ങനെ അലക്കിട്ട് ഉണക്കിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ കാണാതായിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? പക്ഷെ ഷാള് വ്യത്യാസമുണ്ട്. അങ്ങനെ ഷാള് അതേപോലെ തന്നെ കിട്ടിയത്. ഇവിടെയാണല്ലേ? എങ്ങനെയുണ്ട്?